ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു മേയറിന് ഈ ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല. ഞാനാവട്ടെ ഇരിക്കാൻ പാടില്ല. ആ നിമിഷം വെടിവെച്ച് എന്നെ കൊല്ലണേ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എത്രയും പെട്ടെന്ന് ഇവര് രാജിവെച്ചെന്നിറങ്ങി പോയി കിട്ടണ്ടേ. എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സത്ത് മണ്ണടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്ത് വേണം, അല്ലെങ്കിൽ ജനങ്ങളെ നേരിടും ചത്തു. അതിനാണ് മേയർ എന്ന് പറയാ LKG കുട്ടി. എന്തിനാടാ പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. മേയറാക്കിട്ട് ഈ സ്ത്രീയുടെ വീട്ടിൽ ഞാനൊരു ക്യാൻസർ രോഗിയും കൊണ്ട് ആ വീട്ടിൽ ചെല്ലണോ? ചെന്ന സമയം എന്നെ ഇറക്കി വിട്ടു. നിന്നെ എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഇറങ്ങി പുറത്ത്. നിന്നോട് ആര് പറഞ്ഞു ഈ വീട്ടിൽ കയറി വരാൻ? പറഞ്ഞിട്ടില്ല. എന്നാ ഒരു ക്യാൻസർ രോഗിക്ക് സഹായിക്കാൻ പോയതാണ്. ആ പാവം സ്ത്രീ അവിടുന്ന് കരഞ്ഞുകൊണ്ട് കണ്ടല്ലോ, അധികാരത്തിന്റെ ഈഗോ ബാധിച്ചിട്ട് കണ്ണും ചെവിയൊക്കെ പോയി കിടക്കണ്. നിന്നടുത്ത് ആര് പറഞ്ഞു ഇവിടെ വരാൻ? വരണമെന്നില്ല. ഞാൻ എത്ര നാള് നിന്റെ വീട്ടിൽ കയറി വന്നു. ആ സ്ത്രീക്ക് വേണ്ടി ഒരു സഹായത്തിന് തേടി വന്നവളാണ്. മേയർ അവന്റെ ഇരട്ടമുഖം കണ്ടില്ലേ? മേയറാണ് പോലും മേയർ. ഞാൻ ആ ഒപ്പിന് വേണ്ടി ഈ പേപ്പറും കൊണ്ട് ചെന്നപ്പോ അവർ പറഞ്ഞ വാക്കും ഇതായിരുന്നു. എന്തിന് കള്ളം പറഞ്ഞ് പറ്റിച്ച് ഒപ്പ് വാങ്ങിക്കാൻ വന്നതാണ്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അച്ഛൻ മോളും കൊണ്ട് നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കൊരു വട്ടപ്പേരുണ്ട്. ഞാൻ പറയട്ടെ, നിന്റെ വട്ടപ്പേര് ഞാൻ പറയട്ടെ. മുന്നോട്ട് പോയാൽ അവർക്ക് കൊള്ളാം. മുന്നോട്ട് പോയാൽ ഇപ്പൊ ഞാൻ വരെ ഇത് സംസാരിച്ചു. ഞാൻ അവരെ വീട്ടിൽ ചെന്ന അനുഭവമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു കേൾപ്പിച്ചത്. അത്രമാത്രം അവൾ എന്നെ വേദനിപ്പിച്ചിട്ടവളാ. എല്ലാം കള്ളന്മാരാ. എടാ, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ചേരടാ, രക്ഷപ്പെടാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ